ഹലോ എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കിന്ന് ഈ വീഡിയോയിലൂടെ ഹെഡ്ജിങ്, സ്പെക്കുലേഷൻ ഇവ തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് മനസ്സിലാക്കാം. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഹെഡ്ജിങ് വേഴ്സസ് സ്പെക്കുലേഷൻ. ഹെഡ്ജിങ് ആൻഡ് സ്പെക്കുലേഷൻ അതായത് ഇവ രണ്ടും ടു ഡിസ്റ്റിങ്ക്റ്റ് അപ്രോച്ചസ് ടു മാനേജിങ് ഫൈനാൻഷ്യൽ റിസ്ക്. അതായത് ഫൈനാൻഷ്യൽ റിസ്ക് മാനേജ് ചെയ്യുന്നതിനുള്ള ഭിന്നമായിട്ടുള്ള അല്ലെങ്കിൽ വ്യക്തവും ഭിന്നവുമായിട്ടുള്ള രണ്ട് അപ്രോച്ചസ് ആണ് ഇവ രണ്ടും എന്ന് പറയുന്നത്. ആദ്യം നമുക്ക് ഹെഡ്ജിങ് എന്താണെന്ന് മനസ്സിലാക്കാം. ഹെഡ്ജിങ് എന്ന് പറയുന്നത് തടയിടൽ അല്ലെങ്കിൽ ഒഴിവാക്കൽ, ഒരു റിസ്ക് ഒഴിവാക്കൽ. അതാണ് ഹെഡ്ജിങ് എന്ന വേർഡ് മീനിങ്. അതായത് ഇതിന്റെ പേർപ്പസ് എന്ന് പറയുന്നത് ഉദ്ദേശം റെഡ്യൂസസ് ഓർ എലിമിനേറ്റ്സ് റിസ്ക്. ഒരു റിസ്ക് കുറയ്ക്കുകയോ അല്ലെന്നുണ്ടെങ്കിൽ ഇല്ലാണ്ടാക്കുകയോ ചെയ്യുക എന്നാണ് ഹെഡ്ജിങ്ങിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത്. അപ്പൊ എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്? ഹൗ ഇറ്റ് വർക്ക്സ് ഇൻവോൾവ്സ് ടേക്കിംഗ് ആൻ ഓഫ്സെറ്റിംഗ് പൊസിഷൻ. ഓഫ്സെറ്റിംഗ് പൊസിഷൻ വെച്ചാൽ ഒരു തടസ്സം മറികടക്കാനുള്ള അല്ലെങ്കിൽ റിസ്ക് ഒഴിവാക്കാനുള്ള ഒരു പൊസിഷൻ ഇൻ എ റിലേറ്റഡ് സെക്യൂരിറ്റി. ഒരു അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു സെക്യൂരിറ്റിയിൽ ഒരു തടസ്സം റിസ്ക് ഒഴിവാക്കാനുള്ള ഒരു വില ഫിക്സ് ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു ഓഫ്സെറ്റിംഗ് പൊസിഷൻ സെറ്റ് ചെയ്യുന്നതാണ് ഈ ഹെഡ്ജിങ്ങിലൂടെ വരുന്നത്. എക്സാമ്പിൾ ഫ്യൂച്ചേഴ്സ് ട്രേഡ് ചെയ്യുന്നവർക്ക് അറിയാം. ഫ്യൂച്ചേഴ്സ്, ഓപ്ഷൻസ്, സ്വാപ്സ്. ഈ സ്വാപ്സിനെ കുറിച്ചൊക്കെ വീഡിയോ ഉണ്ട്, ലിങ്ക് കൂടെ ഇട്ടേക്കാം. അത് ക്ലിക്ക് ചെയ്താൽ അത് കൂടുതൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ്. ഓക്കെ, അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഹെഡ്ജിങ് ഉപയോഗിക്കുന്നത്. അങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ഒരു ഓഫ്സെറ്റിംഗ് പൊസിഷൻ സെറ്റ് ചെയ്തുകൊണ്ടാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ടു പ്രൊട്ടക്ട് അഗെയിൻസ്റ്റ് അഡ്വേഴ്സ് പ്രൈസ് മൂവ്മെന്റ്സ്. ഞാൻ ഇപ്പോൾ പറഞ്ഞ ഫ്യൂച്ചേഴ്സ്, ഓപ്ഷൻസ്, സ്വാപ്സ് ഇതിനൊക്കെ അഡ്വേഴ്സ് ആയിട്ടുള്ള ഒരു പ്രൈസ് മൂവ്മെന്റ്സ് ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരു ഏകദേശമായിട്ടുള്ള ഒരു വില സെറ്റ് ചെയ്തുകൊണ്ട് ആ റിസ്ക് ഒഴിവാക്കുന്നതാണ് ഇതിന്റെ ഒരു വർക്കിംഗ് എന്ന് പറയുന്നത്. ഇതിനൊരു എക്സാമ്പിൾ എന്ന് പറയുന്നത് ആൻ എയർലൈൻ കമ്പനി ബൈസ് ഫ്യൂവൽ ഫ്യൂച്ചേഴ്സ് കോൺട്രാക്ട്സ്. അതായത് ഒരു എയർലൈൻ കമ്പനി ഫ്യൂവലിന്റെ ഫ്യൂച്ചേഴ്സ് കോൺട്രാക്ട്സ് മേടിക്കുന്നത്. അപ്പൊ ഇങ്ങനെ വരുമ്പോഴത്തേക്ക് ഒരു ഫ്ലക്ച്വേഷൻസ് ഈ ഹെഡ്ജിങ്ങിലൂടെ തടയാൻ പറ്റും. അപ്പൊ ഇങ്ങനെ ഒരു ഹെഡ്ജിങ് സെറ്റ് ചെയ്തിട്ടാണ് ഇവർ ഈ പർച്ചേസ് നടത്തുന്നത്. ഓക്കെ, ടു ലോക്ക് ഇൻ ഫ്യൂവൽ പ്രൈസ്. ഒരു പ്രൈസ് ലോക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെ വേരിയേഷൻ ഉണ്ടാകുമ്പോഴത്തേക്ക് ഇവർക്ക് വൻ നഷ്ടം വരത്തില്ല. ഓക്കെ, ലോക്ക് ഇൻ ഫ്യൂവൽ പ്രൈസസ് ആൻഡ് അവോയ്ഡ് പ്രൈസ് ഫ്ലക്ച്വേഷൻസ്. അതായത് പ്രൈസിന്റെ ഫ്ലക്ച്വേഷൻസ് അവോയ്ഡ് ചെയ്യുന്നതിന് വേണ്ടിയാണ് ഇവരിങ്ങനെ ഈ ഒരു ഫ്യൂച്ചർ കോൺട്രാക്ട് ബൈ ചെയ്യുന്നത്. ഇതിനൊരു റിസ്ക് ലെവൽ എന്ന് പറയുന്നത് ലോ ടു മോഡറേറ്റ് ആണ്. അതായത് ലോ റിസ്ക് മുതൽ മോഡറേറ്റ് റിസ്ക് വരെയാണ് വരുന്നത്. ഹൈ റിസ്ക് ഒന്നും പോകത്തില്ല. ഡിസൈൻ ടു മിനിമൈസ് ലോസസ് റാദർ ദാൻ ജനറേറ്റ് പ്രോഫിറ്റ്സ്. അതായത് ലോസ് കുറയ്ക്കുന്നതിന് വേണ്ടിയാണ് സെറ്റ് ചെയ്യുന്നത്, പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടല്ല, കൂടുതൽ ലാഭം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടല്ല. അടുത്തത് സ്പെക്കുലേഷൻ ആണ്. ആ സ്പെക്കുലേഷൻ എന്ന വാക്കിൽ തന്നെ ഉണ്ട് ഊഹിച്ചുകൊണ്ടുള്ള. അതായത് ഇതിന്റെ പർപ്പസ് എന്ന് പറയുന്നത് സീക്സ് ടു പ്രോഫിറ്റ് ഫ്രം പ്രൈസ് മൂവ്മെന്റ്സ്. ആ പ്രൈസ് മൂവ്മെന്റിൽ നിന്ന് പ്രോഫിറ്റ് ഉണ്ടാക്കുന്നതാണ് ഇതിന്റെ ഒരു പർപ്പസ് എന്ന് പറയുന്നത്. ഹെഡ്ജിങ് പോലെയല്ല വരുന്നത്. ഹെഡ്ജിങ് റിസ്ക് ഒഴിവാക്കുകയല്ലേ. അപ്പൊ ഇതൊരു പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യുക, ഒരു പ്രൈസ് മൂവ്മെന്റിൽ നിന്ന് പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഇത് ചെയ്യുന്നത്. അത് ഹൗ ഇറ്റ് വർക്ക്സ്, എങ്ങനെ വർക്ക് ചെയ്യുന്ന നോക്കാം. ഇൻവോൾവ്സ് ടേക്കിംഗ് പൊസിഷൻസ് ഇൻ അസറ്റ്സ്. അതായത് അസറ്റ്സിൽ ഓരോ പൊസിഷൻ ടേക്ക് ചെയ്യുകയാണ്, അത് ബൈ ചെയ്യുകയാണ് ബേസ്ഡ് ഓൺ എക്സ്പെക്റ്റഡ് മാർക്കറ്റ് ഡയറക്ഷൻ. ഒരു മാർക്കറ്റ് ഇപ്പോൾ ഈ ലോ പ്രൈസിന് മേടിച്ചു കഴിഞ്ഞാൽ മാർക്കറ്റ് ഇപ്പോൾ അടുത്ത ആഴ്ച ഇത്ര പ്രൈസ് ആകുമ്പോഴത്തേക്ക് വിറ്റ് കഴിഞ്ഞാൽ ലാഭം കിട്ടുക. അങ്ങനെ ഒരു രീതിയാണ് ഈ സ്പെക്കുലേഷൻ എന്ന് പറയുന്നത്. ഓൺ എക്സ്പെക്റ്റഡ് മാർക്കറ്റ് ഡയറക്ഷൻ വിത്തൗട്ട് എനി ഓഫ്സെറ്റിംഗ് ട്രേഡ്സ്. അതായത് ഓഫ്സെറ്റിംഗ് ട്രേഡ്സിൽ ഇല്ലാതെ ഇങ്ങനെ ഒരു എക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു ട്രേഡ് നടത്തുന്നതിനെയാണ്, അല്ലെന്നുണ്ടെങ്കിൽ ആ ഒരു ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻ നടത്തുന്നതിനെയാണ് ഈ സ്പെക്കുലേഷൻ എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ നോക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എ ട്രേഡർ ബൈസ് ഓയിൽ ഫ്യൂച്ചേഴ്സ്. അതായത് ഒരു ഓയിലിന്റെ ഫ്യൂച്ചേഴ്സ് മേടിക്കുകയാണ്, എക്സ്പെക്ടിങ് പ്രൈസസ് ടു റൈസ് ആൻഡ് സെൽസ് ദം ലേറ്റർ ഫോർ എ പ്രോഫിറ്റ്. അതായത് ഇത് പ്രതീക്ഷിച്ചുകൊണ്ട് ഭാവിയിൽ ഈ ഫ്യൂച്ചറിന്റെ പ്രൈസ് കൂടുമ്പോഴത്തേക്ക് വിറ്റിട്ട് ലാഭം ഉണ്ടാക്കുന്നു എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഒരു ഓയിലിന്റെ ഫ്യൂച്ചേഴ്സ് മേടിക്കുന്നതിനെയാണ് ഇതിനൊരു ഉദാഹരണമായിട്ട് പറയുന്നത്. ഇതിന്റെ റിസ്ക് ലെവൽ എന്ന് പറയുന്നത് ഹൈ ആണ്. ഹെഡ്ജിങ്ങിനെ പോലെയല്ല, ഹൈ റിസ്ക് ലെവലാണ് ഇതിനുള്ളത്. അതായത് സ്പെക്കുലേറ്റേഴ്സ് അസ്യൂം സിഗ്നിഫിക്കന്റ് റിസ്ക് ഇൻ എക്സ്ചേഞ്ച് ഫോർ പൊട്ടൻഷ്യൽ ഹൈ റിവാർഡ്സ്. അതായത് ഹൈ റിവാർഡ്സ് കിട്ടണമെന്നുണ്ടെങ്കിൽ, പ്രോഫിറ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ നല്ലൊരു റിസ്ക് എടുത്താലേ പറ്റത്തുള്ളൂ ഇതിൽ. ഇൻ ഷോർട്ട്, അതായത് ചുരുക്കി പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, ഹെഡ്ജിങ് ഈസ് അബൌട്ട് റിസ്ക് പ്രൊട്ടക്ഷൻ. ഹെഡ്ജിങ് റിസ്ക് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടും, വൈൽ സ്പെക്കുലേഷൻ ഈസ് അബൌട്ട് റിസ്ക് ടേക്കിംഗ് ഫോർ പൊട്ടൻഷ്യൽ ഗെയിൻ. അതായത് റിസ്ക് എടുത്തുകൊണ്ട് ഒരു ഗെയിൻ നേടുന്നതിന്, ഒരു ഫ്യൂച്ചർ പ്രോഫിറ്റ് നേടുന്നതിന് വേണ്ടി റിസ്ക് എടുക്കുന്നതിനെയാണ് എന്ന് പറയുന്നത് സ്പെക്കുലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അടുത്ത വീഡിയോയുടെ മറ്റൊരു വിഷയമായി വീണ്ടും കാണാം.